ഹലോ, എന്തിനാണ് റിസർവേഷൻ? വൈ ഡു വി നീഡ് റിസർവേഷൻ? ഒളിഗാർക്കി എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമഗ്രാധിപത്യം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അതായത് വെളുത്ത വർഗ്ഗക്കാർ മാത്രം അധികാരത്തിൽ. അത് ശരിയായ ഒരു കാര്യമല്ലല്ലോ. പുരുഷന്മാർ മാത്രം അധികാരത്തിൽ. അതും ശരിയായ ഒരു കാര്യമല്ലല്ലോ. സമാനമായിക്കൊണ്ട് ജാതി വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മാത്രം അധികാരം ലഭിക്കുക, അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. റിസർവേഷന്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ റിസർവേഷൻ ഇല്ലാത്ത മേഖലകൾ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. ഉദാഹരണത്തിന് കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഇന്നോളം വന്നിട്ടുള്ള 48 ചീഫ് സെക്രട്ടറിമാരിൽ 43 പേരും സവർണ ജാതി സമൂഹത്തിൽപ്പെട്ടവരാണ്. അതായത് 90% ചീഫ് സെക്രട്ടറിമാരും, നമ്മൾക്കുണ്ടായ 90% ചീഫ് സെക്രട്ടറിമാരും സവർണ ജാതി സമൂഹത്തിൽ നിന്നുള്ളവരാണ്. കേരളത്തിലെ എയ്ഡഡ് മേഖലയിൽ പണം കൊടുക്കുന്നത്, ശമ്പളം കൊടുക്കുന്നത് സർക്കാരാണെന്ന് നമുക്കറിയാം. എന്നാൽ സവർണ ജാതി സമൂഹങ്ങൾ നിയന്ത്രിക്കുന്ന എയ്ഡഡ് കോളേജുകൾക്കകത്ത് 95% മുകളിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് തൊഴിലെടുക്കുന്നത്. OP രവീന്ദ്രന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യ കോളനികൾ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി ഇതിന്റെ കണക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ത്യയിലെ ചില കണക്കുകൾ നോക്കാം. ഓക്സ്ഫാം ഇന്ത്യ 2018 മുതൽ 2019 വരെ നടത്തിയ ഒരു പഠനത്തിനകത്ത് ഇന്ത്യക്കകത്തെ 122 ന്യൂസ് റൂമുകൾക്കകത്ത് ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുന്നതിൽ 106 ന്യൂസ് റൂമുകൾക്കകത്തും സവർണ ജാതി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ഇനി ഇന്ത്യൻ ജുഡീഷ്യറിയുടെ കാര്യം വരാം. 2018 മുതൽ 5 വർഷക്കാലം, അതായത് 2022 വരെ ഇന്ത്യക്കകത്തെ ഹൈക്കോടതിയിൽ നിയമിച്ച ജഡ്ജിമാരിൽ 79% പേരും സവർണ ജാതി സമൂഹത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായി ഇരിക്കുന്ന ആളുകളിൽ ഇന്നേ വരെ കേരളത്തിൽ നിന്ന് ഈഴവ വിഭാഗത്തിൽ നിന്നോ ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽ നിന്നോ ഒരു ജഡ്ജ് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. എന്നാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസുമാരിൽ 14 പേരും ബ്രാഹ്മിൺ സമുദായത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു. ഭൂരിപക്ഷ പേരും സവർണ സമുദായത്തിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു. ഈ കണക്കുകൾ എന്താണ് തെളിയിക്കുന്നത്? ഒരുപക്ഷെ ഈ മേഖലകളിൽ റിസർവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ സമുദായങ്ങൾക്കും അഡിക്വേറ്റ് ആയ, അതായത് തുല്യ പ്രാതിനിധ്യം ലഭിക്കുമായിരുന്നു. ഇന്ത്യ പോലെ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരിടത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ആളുകളുടെ ജാതി പ്രിവിലേജ് കൂടി അനുസരിച്ചാണുള്ളത്. അതുകൊണ്ട് റിസർവേഷൻ ഉണ്ടെങ്കിലേ എല്ലാ വിഭാഗങ്ങൾക്കും ജനസംഖ്യാനുപാതികമായിട്ടുള്ള പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള അധികാരം ലഭിക്കുകയുള്ളൂ. റിസർവേഷൻ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതി സമൂഹങ്ങൾ, പ്രത്യേകിച്ച് സവർണ ജാതി സമൂഹങ്ങൾ മാത്രമേ അധികാരത്തിലും വിദ്യാഭ്യാസത്തിലും തൊഴിലിടങ്ങളിലും എല്ലാം വരികയുള്ളൂ. അതുകൊണ്ട് റിസർവേഷൻ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ടൂൾ എഗെയിൻസ്റ്റ് ഒളിഗാർക്കി.